ഹായ് ദോസ്തോ, ഈ ഒരു വീഡിയോ നമ്മുടെ ഓട്ടോ കൂട്ടുകാർക്കുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഓട്ടോ, ഞാനിപ്പോൾ പുതിയൊരു ഭാഗത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ഓട്ടോ കാണാനിടയായി. അപ്പം ഈ ഒരു ഓട്ടോ പെട്ടെന്ന് തന്നെ കണ്ണിപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വർക്ക് കേട്ടോ. നോക്കിയാൽ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ. അതും ഈ ഒരു മോഡിഫിക്കേഷൻ വർക്ക് ഇവിടെ കണ്ണൂരൊന്നും ചെയ്തിട്ടുള്ളതല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബോഡി വർക്ക് കണ്ടിട്ട് എവിടെ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായവർ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നല്ല അടിപൊളി വർക്ക് കേട്ടോ. കിടിലം വർക്ക് എന്ന് വെച്ചാൽ കിടിലം വർക്ക്. കണ്ണൂരൊന്നും ഇതുപോലുള്ള വർക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിലൊന്നും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ബോഡി വർക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു മോഡൽ, ഈ ഒരു മോഡിഫിക്കേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി നോക്കുവാണെങ്കിൽ ആപ്പയാണ്. ആപ്പയുടെ ഡീസൽ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓണർ നമ്മളൊന്നിച്ചുണ്ട്. എന്തായാലും ആളോട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തരാം. ബ്രോ, ആദ്യമായി നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെ പേരെങ്ങനെയാ? ആഷിഫ് അല്ലേ? ആഷിഫ് ബ്രോ, എത്ര ഈ ഒരു വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട്? വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞു. അപ്പോൾ എത്ര വർഷമായി ഇപ്പം വണ്ടി എടുക്കുന്നത് ടൗണിൽ നിന്ന്? ഇപ്പം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കുറേ വർഷമായി എടുക്കുന്നു. എന്നാലും ഒരു 5-6 വർഷമായി. അപ്പം ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ 5-6 വർഷമായി കണ്ണൂർ ടൗണിൽ നിന്നും ഓട്ടോ എടുക്കുന്ന വ്യക്തിയാണ്. KC ഉണ്ട്, അതുപോലെ തന്നെ TP ഉണ്ട്, ടൗൺ പാർക്കിംഗ് പെർമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ബ്രോ വണ്ടി? ആദ്യമായി നമ്മളുടെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആപ്പേ ഡീസൽ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി നല്ല വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ ഇതുവരെ എടുത്തിട്ട് വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ, കംപ്ലൈൻറ്റ് മീൻസ് അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല വണ്ടിയാണ്. പിന്നെ മൈലേജും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ്. എത്ര മൈലേജ് ഉണ്ട്? മൈലേജ് എനിക്കൊരു 30-35 40ൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ എനിക്ക് 50 ഉണ്ടായിരുന്നു. അതിപ്പോ വണ്ടി ഇപ്പോ പണിയെടുത്തതിന് ശേഷം കുറച്ച് കമ്മിയായി. അതിന്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം വന്നപ്പോ കുറച്ച് കുറഞ്ഞു. അപ്പം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ കിലോമീറ്റർ കുറയുന്നുണ്ടല്ലേ? മൈലേജ് കുറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് 30-35 കിലോമീറ്റർ കിട്ടുന്നുണ്ടല്ലേ? എത്ര കമ്പനി എത്രയാ പറയുന്നത് ഇതിന്റെ? കമ്പനി 40 കറക്റ്റ് അറിയില്ല, കുറച്ച് സൗണ്ടിൽ പറയണം. കമ്പനി 40 പറയുന്നുണ്ടല്ലേ? 40-45 പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം കിട്ടുന്നത് നിലവിൽ 30-35 കിട്ടുന്നുണ്ടല്ലേ? അപ്പം വേറെ പണിയൊന്നുമില്ല, വേറെ മൈൻ്റനൻസ് വർക്കൊന്നും കൂടുതലായിട്ട് വരുന്നില്ല. കൂടുതലും ആൾക്കാർ പറയുന്നതൊക്കെ ചിലപ്പം അവരൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. അത് ഡിപ്പെൻഡ്, ആൾക്കാർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ കൂടുതൽ റഫായിട്ട് യൂസ് ചെയ്യുന്നത് നോക്കി യൂസ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് വരും. അത്രേ വരും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്? കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. എങ്ങനെയുണ്ട് പുള്ളിങ്ങും കാര്യമൊക്കെ? 3 എത്ര ആൾക്കാരെ മിനിമം എടുക്കലുണ്ട്, മാക്സിമം എടുക്കലുണ്ട്? മാക്സിമം 4 ആൾക്കാർ എടുക്കലുണ്ട്. അത്യാവശ്യം കൂടുതൽ എടുക്കില്ല. അത്യാവശ്യം കുന്നെല്ലാം കയറുന്നുണ്ട് അല്ലേ? അപ്പം എനിവേ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോനെ യാദൃശികമായിട്ട് ഞാൻ കണ്ടതാണ് ഇതിൽ പാസ് ചെയ്യുന്ന ടൈം. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാലും വല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ബോഡി വർക്ക് എവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്? ഇത് വന്നിട്ട് 2 സ്ഥലത്തായിട്ട് ചെയ്തതാണ്. ഒന്ന് പാലക്കാടും പിന്നെ ഒന്ന് തൃശ്ശൂരും. രണ്ടും 2 സ്ഥലത്തായിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മളെ കണ്ണൂർ മോഡലിലാണ് ഹൈറ്റ് വരുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ മോഡലിൽ വെച്ച് കുറച്ച് 2 ഇഞ്ച് കുറയും. കുറച്ച് ഹൈറ്റ് കുറവാണ് എന്റെ വണ്ടി വെച്ച് നോക്കുമ്പോൾ. കാരിയർ വെക്കുന്നതുകൊണ്ട് ഹൈറ്റ് കുറച്ചതാണ്. അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കൊട്ടേഷൻ കൊടുത്തായിരിക്കും അല്ലേ? അപ്പൊ ഇവിടുന്ന് വണ്ടി എടുത്ത് എവിടെയാ പോയാ? ഇവിടുന്ന് തൃശ്ശൂർ വരെ പോയി, പാലക്കാട് പോയിട്ട് അവരെടുത്ത് കൊടുത്തു ബോഡി വർക്ക് ചെയ്ത്. അതെ, അപ്പോൾ ബാക്കിയല്ലോ നമ്മൾ കൊട്ടേഷൻ കൊടുത്തു. ബാക്കി അവര് തൃശ്ശൂർ അയച്ചിട്ട് ചെയ്താ അവരെല്ലാം ചെയ്യും. അവരെന്നെ പാലക്കാട് എത്തിച്ചു കൊടുത്താൽ മതി. മെയിൻ പാലക്കാട് നിന്ന് അവരെന്താ ചെയ്യുന്നത്? ബോഡി വർക്കാണോ? അവിടെ ബോഡി ഉണ്ട്, പിന്നെ ഇത് ലൈറ്റ്, ഇലക്ട്രിക് വർക്ക് എല്ലാം, സൈഡ് ഇതൊക്കെ പിന്നെ സെറ്റ് ബോക്സ് കാര്യങ്ങൾ എല്ലാം. എത്ര ആയി മൊത്തത്തില്? എനിക്ക് 1 ഉറുപ്പ്യായി.
1 ലക്ഷം റുപ്യായി ഇങ്ങനെ ഒരു ബോഡി വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ഇറക്കാൻ വേണ്ടി അല്ലെ? പെയിന്റിങ് അടക്കം. പെയിന്റ് എന്ന് പറയുന്നത് ആ ഒരു മഞ്ഞ കളർ, മഞ്ഞ താത്തി ഇറക്കിയ ഫുള്ളായിട്ട്. അപ്പം പുതിയ വണ്ടി എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെയ്താണ് അല്ല പഴയ? 2017 വണ്ടിയാണ്. 2017 വണ്ടി. ഇതിപ്പോ വർക്ക് ചെയ്തത് ഇതിന്റെ? ഇതിപ്പോ വർക്ക് ചെയ്തിട്ട് 4 മാസമായി. 4 മാസമായി. 4 മാസം മുൻപ് പാലക്കാട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു നിലയിൽ വണ്ടി ഇറക്കി. എന്താ ആക്ച്വലി ഇങ്ങനെ പാലക്കാട് കൊണ്ടുപോയിട്ട് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മളെ കണ്ണൂർ ഇപ്പൊ ഇങ്ങനത്തെ വണ്ടി ഇല്ല. ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിട്ട് അവിടെ പോയി അങ്ങനെ ചെയ്തത് മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നന്നായി. അപ്പം ഈ ഒരു വർക്ക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യത്തിൽ നല്ല അടിപൊളി, നല്ല ലുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു സൺഷെയ്ഡും സൈഡിലെ ആ ഒരു എന്താ പറയാ, ആ വെള്ളം പോകാൻ വേണ്ടിട്ട് അല്ലേ? അത് എക്സ്ട്രാ ചെയ്തതല്ലേ? അത് എക്സ്ട്രാ അതിനും വേണ്ടി ചെയ്തതാണ്. റെഡിമെയ്ഡ് അല്ല, എക്സ്ട്രാ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ പെയിന്റിങ് അടിച്ചു. എന്തായാലും എന്തെല്ലാം ചെയ്തതെന്ന് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ബ്രോ തന്നെ പറഞ്ഞോ, മുന്നെന്ന് പറഞ്ഞോ എന്തൊക്കെയാണ് ചെയ്തത്? സ്റ്റാർട്ടിങ്ങിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് വന്നിട്ട് സൺസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഈ ഗ്ലാസിന്റെ ചെയ്തിട്ടുണ്ട്, ആ കൊമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ പട്ട വന്നിട്ട് പിന്നെ ഇതായി ഇവിടെ താഴെ വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതില് ലൈറ്റ് ഉണ്ട്. അതിന് ലൈറ്റ് ഉണ്ട് അല്ലേ? അപ്പം നൈറ്റ് ഒക്കെ കാണാൻ നല്ല ലുക്കായിരിക്കും അല്ലേ? എന്തായാലും നൈറ്റിൽ നമുക്ക് ഒരു ചെറിയ പിന്നെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡില് റെയിൻ ഗാർഡ്, മേലെ കേരിയർ വന്നിട്ടുണ്ടല്ലേ? ആ സൈഡിൽ വന്നിട്ട് അവിടം വരെ ഉണ്ടല്ലേ സൈഡില്? അതാകുമ്പോ നമ്മള് ഇവിടെ ഫ്രണ്ട് പ്ലാറ്റ്ഫോമിന് ഒരു സപ്പോർട്ട് കിട്ടും. ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ സപ്പോർട്ട് കിട്ടും പ്ലാറ്റ്ഫോം. പിന്നെന്താ ചെയ്തിട്ടില്ല? ബാക്കിലല്ലേ ഒരു ടയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എക്സ്ട്രാ ഇത് വെച്ചതാണ്, ബമ്പർ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡോറ് ഭയങ്കര വെറൈറ്റി ആക്കിയല്ലോ, ഭയങ്കര വെറൈറ്റി ആക്കിയിട്ടുണ്ടല്ലോ കാറിന്റെ അല്ലേ? നമ്മളൊരു കൂട്ടുകാരനെ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് താമരശ്ശേരി കൊണ്ടുപോയിട്ട്. അല്ല താമരശ്ശേരി അല്ല, രാമനാട്ട് വരെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണല്ലോ ഡോറിന്റെ സിസ്റ്റം വരുന്നത്. എന്തായാലും നന്നായി. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആണ്. 1 ലക്ഷം റുപ്യ നിങ്ങൾ മുടക്കിയതല്ലേ ഇപ്പം? ഓക്കെ. വണ്ടി സെക്കൻഡ് എടുക്കുമ്പോൾ എത്ര കൊടുത്തിരുന്നത്? ഫ്രഷ് 2017. ഓക്കെ ഓക്കെ. 2017 വണ്ടി എടുത്തിട്ട് ആള് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് ഇറക്കിയ വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു 3 മാസം മുന്നേ. അപ്പം ഇതൊന്നും ഇവിടെ കണ്ണൂരില്ലാത്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എടുത്ത ടൈമിൽ നമ്മളെ കണ്ണൂർ ബോഡി വർക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 17 മുതൽ ഈ 6 വർഷത്തോളം കമ്പനി അങ്ങനെ തന്നത് അതേ മോഡലിൽ തന്നെ. അങ്ങനെ. അപ്പം 2017 തൊട്ട് പിന്നെ വലിച്ചു കെട്ടിയിട്ട് ഓടി അല്ലേ? വലിച്ചു കെട്ടിയിട്ട് ഓടി എന്ന് പറയാം. ബോഡി വർക്ക് ഒന്നും ചെയ്യാതെ വലിച്ചു കെട്ടിയിട്ട് ഓടി. അതിനുശേഷം വണ്ടി തന്നത് അതേ രൂപത്തിൽ ഓടി അല്ലേ? അപ്പൊ ഇപ്പം ആ ഒരു ബ്രേക്കിന്റെ ടൈം ആയിരിക്കും നിങ്ങൾ ഇപ്പം ഈ ഒരു മട്ടത്തിൽ പുതുക്കിയിട്ടുണ്ടോ അല്ലേ? എന്തായാലും നന്നായി. 3 ബ്രേക്ക് കഴിഞ്ഞു. 6 വർഷമായല്ലോ. 6 വർഷമായല്ലോ. അപ്പൊ ഈ ലാസ്റ്റ് ബ്രേക്കും കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ബ്രേക്കിന് അങ്ങനെ മാറ്റി ചെയ്തു. എന്തായാലും നന്നായി. അപ്പൊ ഉള്ളിലേക്ക് വരുമ്പോ എന്തെല്ലാം ചെയ്തിട്ടില്ലേ ഒന്ന് കാണിച്ചെന്ന്? സീറ്റ് വർക്കെല്ലാം ചെയ്തിട്ടില്ല അവിടെ തന്നെ അല്ലേ? ഉള്ളില് ഫുൾ ബ്ലാക്ക് ആണ്, മൊത്തം ബ്ലാക്ക് കൊടുത്തല്ലേ? അത് ഷർട്ട് ഒന്ന് എടുക്കാം. ഓക്കെ. ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കർ വന്ന് അതേപോലെ ബാക്കിൽ 2 കൊടുത്തിട്ടുണ്ട്. സെറ്റ് വന്നിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ 2 ബോക്സ് ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വെക്കാനോ ലോക്കും കാര്യങ്ങളൊക്കെ. അതിന് ലോക്കും കാര്യമൊക്കെ ഉണ്ട് അല്ലേ? അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യം സ്പേസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് വല്ല വാലറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ജസ്റ്റ് നമ്മള് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് പോകാന്ന് മാത്രം. റെഗുലർ ആയിട്ട് വെക്കാൻ തീർച്ചയായും അത് വെക്കാനില്ല, അത് അടിച്ചു മാറ്റിക്കളി. അത്യാവശ്യം പിന്നെ ഇത് ലോക്കർ ഇല്ലാത്ത ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാം. എന്തായാലും നന്നായി. ഫ്രണ്ടിൽ വരുമ്പോ ഇങ്ങനെ തട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓട്ടോയുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് പാലക്കാട് കൊണ്ടുപോയി ആള് തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്ന്, അതായത് പാലക്കാട് ഇവര് കോൺട്രാക്ട് അല്ലേ
ഇത് കൊടുത്ത് അതെ. കൊട്ടേഷൻ കൊടുത്ത് കൊടുത്തിട്ട് അവര് തൃശ്ശൂർ വരെ കൊണ്ടുപോയിട്ട്, അതായത് തൃശ്ശൂർ വരെ കൊണ്ടുപോയി അപ്പോൾസറി വർക്കെല്ലാം അവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ബോഡി വർക്കും കാര്യങ്ങളൊക്കെ പാലക്കാട് ഭാഗത്തു നിന്നാണ് തോന്നുന്നത്, എക്സാക്റ്റ് അറിയില്ല. പക്ഷെ നല്ല അടിപൊളി വർക്ക് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല എന്താ പറയുക, നല്ല റെക്സിന് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള റെക്സിന് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. അപ്പം അടിപൊളി വർക്ക് കേട്ടോ. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവർ, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ എന്തായാലും കൊടുക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ കണ്ണൂരിൽ നിന്ന് പോയിട്ട് തൃശ്ശൂർ, പാലക്കാട് പോയിട്ട് അവരുടെ വണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി വർക്ക് കേട്ടോ, നല്ല അടിപൊളി വർക്ക്. നോക്കിയാൽ അത്യാവശ്യം നല്ല വർക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മെയിൻലി ആ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക, കാറിൻ്റെ സീറ്റ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല എൻ്റെ സീറ്റൊക്കെ വെച്ച് നോക്കുമ്പം എൻ്റെ സീറ്റൊക്കെ നല്ല എന്താ പറയുക, ആകെ ഒരാഴ്ച 2 ആഴ്ച ആയിട്ടുള്ളൂ അടിച്ചിട്ട്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഇത്രയും ഹാർഡില്ല, അങ്ങ് ചളുങ്ങിപ്പോകുന്ന വിധത്തിലാണ്. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പം ഡോർ ലോക്ക് സിസ്റ്റമെല്ലാം ഇങ്ങനെയാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. നല്ല സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക്, നല്ല നമുക്ക് എന്താ പറയുക, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട് സീറ്റൊക്കെ. എന്തായാലും നന്നായി. നമ്മുടെ കണ്ണൂർ വർക്ക് അപേക്ഷിച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ, ഇവൻ ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കഴിഞ്ഞാലും പിന്നെ ഈ ഒരു റെക്സിൻ വർക്ക് ആയിക്കഴിഞ്ഞാലും എല്ലാം നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആഷിഫ് ബ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആഷിഫ് ബ്രോ ഒരു യൂട്യൂബർ ആണല്ലേ, മിനി യൂട്യൂബറും കൂടിയാണ്. എന്താ ചാനൽ പേരെന്താ? ചാനലിന്റെ പേര് കണ്ണൂർ ചീറ്റപ്പുലി വ്ളോഗ് എന്നാണ്. കണ്ണൂർ ചീറ്റപ്പുലി വ്ളോഗ്. എന്താ ഭയങ്കര വെറൈറ്റി പേരാണല്ലോ. വെറൈറ്റി ആയിട്ട് ഇട്ടതാണ്. ഒരു പുലിന്റെ ഉണ്ടല്ലോ, തുടങ്ങിയിട്ട് ഞാനിപ്പോ തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പൊ അതിലിപ്പോ ഇതൊക്കെ കുറവാണ്, സബ്സ്ക്രൈബ് ഒക്കെ കുറവാണ്. അപ്പൊ അതെല്ലാം നിങ്ങളെ ഒരു ഇതുകൊണ്ട്. അപ്പം തീർച്ചയായും നമ്മുടെ ആഷിഫ് ബ്രോനെ സപ്പോർട്ട് ചെയ്യാം. ആഷിഫ് ബ്രോയുടെ പിന്നെ ചാനലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും ആവശ്യമാണ്. ആയതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് ബൈ പറയല്ല. ബൈ.